കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു പയ്യനൊക്കെ ഉണ്ട്. അവൻ വിദേശത്ത് ജോലിക്ക് പോയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ അവനോട് വെച്ചാൽ നീ വെക്കേഷൻ ഒന്നാണ്. അപ്പം അവൻ പറഞ്ഞില്ല, ഞാൻ ആ ജോലി നിർത്തി. ഞാൻ പറഞ്ഞു എന്തു പറ്റി? അച്ഛാ അവിടെ കാര്യങ്ങൾ ശരിയല്ല, ഒരു കറപ്ഷനൊക്കെ ഉണ്ട്. നമ്മുടെ ഈശോയ്ക്ക് നിരക്കാത്ത പല പരിപാടികളുള്ളൊരു കമ്പനിയാണ്. ഞാൻ അതുകൊണ്ട് റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. അവർ GCUത്തിൽ പയ്യനുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ മിടുക്കൻ, നല്ല കാര്യം, നീ ഈശോയ്ക്ക് പ്രയോറിറ്റി കൊടുത്തില്ലേ, നല്ല കാര്യം. ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ കൊടുത്ത മറുപടി അത്ര നല്ല നടപടിയല്ല എന്ന്. കാരണം ഈശോ അങ്ങനെ ഒരു മറുപടി അവന് കൊടുക്കില്ല. ഇന്നത്തെ ഗോസ്പലിൽ മത്തായി ചുങ്കസ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഈശോ ഒന്ന് വിളിക്കുകയാണ്. ഫോളോ മീ എന്ന് പറഞ്ഞില്ല, അവൻ എഴുന്നേറ്റിങ്ങ് പോരാണ്. നമ്മളൊരാളെ വിളിക്കുമ്പോൾ അയാൾ വിളിക്കുന്ന നമ്മുടെ വീട്ടിലേക്കുള്ള ഇൻവൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാം, നമ്മുടെ ഇടങ്ങളിലേക്കാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈശോ അവനെ വിളിച്ചിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന അവൻ്റെ തന്നെ വീട്ടിലേക്കാണ്. മത്തായി സ്വന്തം ചെലവിൽ വിരുന്ന് നടത്തുകയാണ്. അനേകം ചുങ്കക്കാരും പാപികളും വന്ന് വിരുന്നിരുന്ന പറയാം. അവരെല്ലാം കൂടി ഇങ്ങനെ വരാണ്. അവിടെ വന്നപ്പോൾ ഈശോ അവനോട് പറഞ്ഞില്ലടാ, ഇത് മോശം കമ്പനിയാണ്, ഇത് കറപ്ഷനൊക്കെ ഉള്ളതാണ്, ഇത് നീ ഇതിൽ നിന്നൊക്കെ വിട്ട് പോരുന്നല്ലേ ഈശോ പറയുന്നത്. പകരം ഈശോ അവരുടെ കൂടെ ഇരിക്കുകയാണ്. ഈശോ അവിടെ ഇരുന്ന് ആ ബോണ്ട് കുറേയും കൂടി ശക്തിപ്പെടുത്തുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഈശോ എന്തായിരിക്കും മത്തായോട് പറഞ്ഞത്? മത്തായോട് പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കും, എടാ ഞാൻ നിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നില്ലേ, ഇതുപോലെ ഞാൻ ഇനി അവരുടെ ഉള്ളിലേക്ക് കയറാൻ നീയാണ് വഴി. എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഇതുപോലെ ഞാൻ അവരുടെ ഉള്ളിലേക്ക് കയറാൻ ഇനി നീയാണ് വഴി. നമ്മുടെ ജോലിയിടങ്ങളെ ഉപേക്ഷിക്കലല്ല, നമ്മുടെ സുഹൃത്തുക്കളെ ഉപേക്ഷിക്കലല്ല, അവരിലേക്ക് ഈശോയെ കയറ്റി വിടുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം.